ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിലുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേര് ബേബി ബേർഡ് എന്നാണ്. ബേബി എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞ് അല്ലേ. ബേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പക്ഷി അല്ലെങ്കിൽ കിളി അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബേർഡ് എന്ന് പറയാം. അപ്പോൾ ബേബി ബേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കിളിക്കുഞ്ഞിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കിളിക്കുഞ്ഞ്, അതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ 2 കുട്ടികളെ കാണുന്നുണ്ട്, അതുപോലെ ഒരു ബേബി ബേർഡിനെയും കാണുന്നുണ്ട് അല്ലേ, ഒരു കിളിക്കുഞ്ഞിനെയും കാണുന്നുണ്ട്. അവരെന്താ പറയുന്നത്? ഹേയ് ലുക്ക് എ ലിറ്റിൽ ബേർഡ്. ഏയ് നോക്ക്, ഒരു കുഞ്ഞു കിളി, അല്ലെങ്കിൽ എന്താണ്, ഒരു കിളിക്കുഞ്ഞ് എന്ന് പറയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. വൺ ഡേ മനു ആൻഡ് അമ്മു വർ പ്ലേയിങ് നിയർ ദെയർ ഹൗസ്. അപ്പം ഇവിടെ നമ്മൾ പിക്ചറിൽ കാണുന്നത് ആരെയൊക്കെയാണ്? ആ ഗേളിൻ്റെ പേര് എന്താണ്? അമ്മു. ബോയിൻ്റെ പേരെന്താണ്? മനു. അപ്പോൾ വൺ ഡേ, ഒരു ദിവസം, മനു ആൻഡ് അമ്മു വർ പ്ലേയിങ് നിയർ ദെയർ ഹൗസ്. അമ്മുവും മനുവും കൂടെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയാണ്? നിയർ ദെയർ ഹൗസ്, അവരുടെ വീടിൻ്റെ അടുത്തായിട്ട്. അപ്പോഴാണ് ഇവർ ഈ കിളിക്കുഞ്ഞിനെ കാണുന്നത് കേട്ടോ. അപ്പം 2ാമത്തെ പിക്ചറിൽ നോക്കിയേ. യു സ്റ്റേ ഹിയർ ഡിയർ. നീ ഇവിടെ ജീവിക്കുക, ഇവിടെ നിൽക്ക് ഡിയർ എന്ന് പറയാണ്. മനു ആണ് കേട്ടോ പറയുന്നത്. മനു ആ കേജ് ഒരു വിൻഡോൻ്റെ അടുത്തായിട്ട് ഫ്രണ്ടിലായിട്ട് കൊണ്ടുപോയി വെക്കുന്നുണ്ട്, നമുക്ക് കാണാം അല്ലേ. മനു കേജ്ഡ് ദ ബേർഡ്. കേജ്ഡ് ദ ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിളീനെ കൂട്ടിലടച്ചു. ആരാണ്? മനു. കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്, കിളിക്കൂട് കേട്ടോ. അപ്പോൾ മനു എന്ത് ചെയ്തു? ഈ ഒരു ബേർഡിനെ കൂട്ടിലടച്ചു. ഹീ കെപ്റ്റ് ദ കേജ് നിയർ ദ ഫ്രണ്ട് വിൻഡോ. അപ്പം അവൻ ആ ഒരു കേജ്, ആ ഒരു കൂട്, കിളിക്കൂട് എവിടെയാണ് വെച്ചത്? നിയർ ദ ഫ്രണ്ട് വിൻഡോ. അതായത് ഫ്രണ്ടിലുള്ള വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനലല്ലേ. അപ്പോൾ ജനലിൻ്റെ അടുത്തായിട്ട് അവിടെ വെച്ചു. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ അങ്ങനെ ആ ഒരു കേജ് കൊണ്ടുപോയിട്ട് വെച്ചു. അപ്പോൾ 3rd പിക്ചർ നോക്കിയേ. ഇറ്റ് ഈസ് അവർ ലിറ്റിൽ വൺസ് ക്രൈ കീ കീ. അപ്പോൾ ഇവിടെ ബേർഡ് എന്താണ്? 2 ബേർഡ്സ് ഉണ്ട് അല്ലേ. ഒരു മദർ ബേർഡും ഒരു ഫാദർ ബേർഡും ആയിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് പിക്ചറിൽ നമുക്ക് കാണാം അല്ലേ, ആ കേജ്ഡ് ബേർഡ്, അതായത് ആ ഒരു എന്താണ്, കൂട്ടിലുള്ള കിളിക്കുഞ്ഞ് കീ കീ എന്ന് കരയുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഈ 2 ബേർഡ്സ് വരുന്നത്. ഇറ്റ്സ് അവർ ലിറ്റിൽ വൺസ് ക്രൈ. ഇത് നമ്മളുടെ കുഞ്ഞിൻ്റെ കരച്ചിലാണ് എന്ന് ആ വന്ന 2 ബേർഡ്സ് പറയാണ്. ദ ഫാദർ ബേർഡ് ആൻഡ് ദ മദർ ബേർഡ് ഫ്ലൂ ടു ദ കേജ്. അപ്പം ഫാദർ ബേർഡ്, അച്ഛൻ പക്ഷിയും അച്ഛൻ ആയിട്ടുള്ള കിളി ഉണ്ടല്ലോ, ആ ഒരു കിളിയും മദർ ബേർഡ്, അമ്മ കിളിയും കൂടെ എന്ത് ചെയ്തു? ഫ്ലൂ ടു ദ കേജ്, കേജിൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. 4ാമത്തെ പിക്ചർ നോക്കിയേ. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. അപ്പോൾ ഞങ്ങളുണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ, നിന്നെ സഹായിക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് എന്താണ്, മദർ ബേർഡും ഫാദർ ബേർഡും ഈ കുഞ്ഞിക്കിളീനോട് പറയുകയാണ്. കുഞ്ഞിക്കിളി വളരെയധികം പേടിച്ചിട്ടുണ്ട് അല്ലേ. പെട്ടെന്ന് കൂട്ടിലടയ്ക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യം ഇല്ലാതായി പോവല്ലേ, പറക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാതെ ഒരു കൂട്ടിനുള്ളിൽ കുടുങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുമാത്രമല്ല കുഞ്ഞിക്കിളിയല്ലേ, അപ്പം അച്ഛനെയും അമ്മേനെയും കാണാതിരിക്കുമ്പം സങ്കടം വരില്ലേ, അവരൊറ്റപ്പെട്ട ഒരു ഫീൽ വരില്ലേ. നമുക്കാണെങ്കിലും നമ്മളെ ഒരു കൂട്ടിലടച്ച് വെച്ചേക്കാം, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വിഷമാവില്ലേ, നമ്മളുടെ അച്ഛനെയും അമ്മേനെയും ആരെയും കാണാതെ ഇങ്ങനെ ഒരു കൂട്ടിൽ നമ്മളിങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമുക്ക് എപ്പോഴും സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കണം അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു ജീവിയുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല, അത് ഇല്ലാണ്ടാക്കാൻ പാടില്ല. അതായത് ഇപ്പം ഇവിടെ കിളീനെ കൂട്ടിലടച്ചില്ലേ, അത് ശരിയാണോ? അല്ലല്ലോ. ആ കിളിക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ. അതിന് പറന്നിങ്ങനെ അവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ കൂടെ ഇങ്ങനെ പറന്ന് നടന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റോറി എന്താണ്? ദ മദർ ബേർഡ് ആൻഡ് ദ ഫാദർ ബേർഡ് കെയിം വിത്ത് ദെയർ ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നു. അതായത് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഈ ഒരു കുഞ്ഞു കിളീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു. നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാം കിളികൾ എന്താ ചെയ്തത്. ആ ഒരു മദർ ബേർഡും ഫാദർ ബേർഡും അവരുടെ ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ഒരു കമ്പ് അല്ലേ, ഒരു വടി, അതിങ്ങനെ നമ്മളുടെ കേജിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ കഴിയില്ലേ, അതിങ്ങനെ അതായത് തൂക്കിയിടാൻ പാകത്തിന് ഒരു കമ്പി ഉണ്ടാവും അല്ലേ. ആ ഒരു കമ്പിയിലൂടെ ഈ ഒരു വടി കോർത്തിട്ട്
അങ്ങനെയാണ് ഇവർ ആ ഒരു കേജ് അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പറന്ന് പോകുന്നത്. അതാണ് നമ്മൾ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ അവരെന്താ പറയുന്നത്? അവർ ഫ്രണ്ട് റാറ്റ് വിൽ ഹെൽപ്പ് us. നമ്മളുടെ ഫ്രണ്ട് റാറ്റ്, നമ്മളുടെ സുഹൃത്തായിട്ടുള്ള റാറ്റ് എലി നമ്മളെ സഹായിക്കും. നമ്മൾ എന്താണ് അവന് സഹായിക്കാൻ പറ്റും എന്നുള്ളത് വിശ്വസിച്ചിട്ട് അവർ റാറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം. ദ ബേർഡ്സ് ഫ്ലൂ അപ്പ് വിത്ത് ദ കേജ്. അപ്പം ബേർഡ്സ് എന്ത് ചെയ്തു? ആ ഒരു കേജും കൊണ്ട് പറന്നു, മുകളിലേക്ക് പറന്നു. ദേ സോ എ റാറ്റ് ഹോൾ നിയർ എ ബുഷ്. അവർ കണ്ടു, ദേ സോ അവർ കണ്ടു എ റാറ്റ് ഹോൾ, ഒരു എലിയുടെ മാളം. ഹോൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എലിയുടെ മാളത്തിനെയാണ് കേട്ടോ. അവരെന്ത് കണ്ടു? അവരൊരു എലിയുടെ മാളം കണ്ടു. നിയർ എ ബുഷ്, ഒരു ബുഷിൻ്റെ അടുത്ത്, കുറ്റിച്ചെടിയുടെ അടുത്തായിട്ട് കണ്ടു. എന്നിട്ടോ ഇവിടെ നമുക്ക് പിക്ചറിൽ പിന്നെ കാണാം. പ്ലീസ് സേവ് അവർ ബേബി. പ്ലീസ് ഞങ്ങളുടെ ബേബീനെ, ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറയുകയാണ് റാറ്റിനോട്. ദേ കെപ്റ്റ് ദ കേജ് നിയർ ദ റാറ്റ് ഹോൾ. എ റാറ്റ് കെയിം ഔട്ട് ഫ്രം ദ ഹോൾ. അപ്പോൾ അവരെന്ത് ചെയ്തു? ദേ കെപ്റ്റ് ദ കേജ് നിയർ ദ റാറ്റ് ഹോൾ. ആ ഒരു എലിയുടെ മാളത്തിൻ്റെ അടുത്തായിട്ട് ആ കൂട് കൊണ്ടുപോയി വെച്ചു. എ റാറ്റ് കെയിം ഔട്ട് ഫ്രം ദ ഹോൾ. ഒരു എലി ആ ഒരു മാളത്തിൽ നിന്ന്, ഹോളിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ടോ ഇവിടെ ഡോണ്ട് വറി ഐ വിൽ ഹെൽപ്പ് യു. പിക്ചറിൽ പറയുന്നുണ്ട് എന്താണ്? ഡോണ്ട് വറി, വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഇവിടെ ഈ ഒരു കുഞ്ഞു കിളീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റാറ്റിന് എന്തായിരിക്കും ചെയ്യാൻ കഴിയുക? നമുക്കറിയാം അല്ലേ? എലിക്ക് എന്താണ്? എലിയുടെ ടീത്ത്, പല്ല് നല്ല ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. എന്താണ് ഈ കടലാസൊക്കെ നല്ല ഫൈനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ. അതിൻ്റെ പല്ല് ഷാർപ്പായതുകൊണ്ട് അതിനിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. കുറച്ച് കട്ടിയുള്ള സാധനമാണെങ്കിൽ അതിനൊന്ന് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ എലി ഹെൽപ്പ് ചെയ്യും ഈ ഒരു കേജ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് മനസ്സിലാക്കിയ കിളികൾ റാറ്റിൻ്റെ അടുത്തേക്ക് ഈ കേജുമായിട്ട് വന്നിട്ടുള്ളത്. ദ റാറ്റ് കട്ട് ദ കേജ് വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. അപ്പോൾ റാറ്റ് എന്ത് ചെയ്തു? കട്ട് ദ കേജ്, ആ കേജ് കട്ട് ചെയ്തു, കൂട് കട്ട് ചെയ്തു. വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്, അതിൻ്റെ നല്ല കൂർത്ത പല്ലുകൾ കൊണ്ട്. അത് നമുക്ക് പിക്ചറിൽ കാണാം അല്ലേ? ഇനി ലാസ്റ്റ് പിക്ചർ നോക്കിയേ. ഓ ഡിയർ വി ഗോട്ട് യു ബാക്ക്. ഓ ഡിയർ, പ്രിയപ്പെട്ട കുഞ്ഞിക്കിളിയെ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഡിയർ വി ഗോട്ട് യു ബാക്ക്, നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് ആ ഒരു അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും എന്താണ്? സന്തോഷിക്കുകയാണ്, ഹാപ്പി ആവുകയാണ്. ദ ലിറ്റിൽ ബേർഡ് കെയിം ഔട്ട് ഓഫ് ദ കേജ്. അപ്പോൾ ആ ഒരു കുഞ്ഞിപ്പക്ഷി എന്ത് ചെയ്തു? കുഞ്ഞിക്കിളി ആ ഒരു കൂടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇറ്റ് ഫ്ലൂ അപ്പ്, അത് പറന്ന് ഉയർന്നു. ദ ബേർഡ്സ് താങ്ക്ഡ് ദ റാറ്റ് ആൻഡ് ഗേവ് സം ചെറീസ്. അപ്പോൾ ബേർഡ്സ് എന്ത് ചെയ്തു? ആ ഒരു റാറ്റിനോട് നന്ദി പറഞ്ഞു. എന്നിട്ടോ ആൻഡ് ഗേവ് സം ചെറീസ്, എന്നിട്ട് കുറച്ച് ചെറീസും കൊടുത്തു. അതിന് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ഒന്ന് അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി കൊടുക്കണമല്ലോ, അതിനുവേണ്ടി ചെറീസ് കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോറിയിലൂടെ തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? നമ്മൾ മനുഷ്യർ നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി കിളികളെയൊക്കെ കൂട്ടിലടച്ചിട്ടിട്ട് നമുക്ക് അതിനെ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒക്കെ എന്താണ്, ആ കിളി അവിടെ ഉണ്ടല്ലോ അതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും നമ്മളത് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് തെറ്റാണ്. കാരണം അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ? അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശവുമുണ്ട്. അത് നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റോറി തരുന്ന മെസ്സേജ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു ജീവിയുടെയും സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കാനോ അവരെ നമ്മളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും നമ്മളുടെ സന്തോഷത്തിനും വേണ്ടി ഉപയോഗിക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പിക്ചറിൽ നമുക്ക് കാണാം അവരെല്ലാവരും ഹാപ്പി ആയിട്ട് പറന്നു പോകുന്നുണ്ട് അല്ലേ? ആ ഒരു കുഞ്ഞിക്കിളിയും മദർ ബേർഡും ഫാദർ ബേർഡും എല്ലാവരും ഹാപ്പിയാണ്. കാരണം ആ ഒരു കുഞ്ഞിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ജീവജാലങ്ങളെല്ലാം ഒരുമിച്ച്, റാറ്റും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അവരുടെ ആ കിളികളും ഹെൽപ്പ് ചെയ്തു. അതായത് മദർ ബേർഡും ഫാദർ ബേർഡും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ റാറ്റും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ മനുഷ്യരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മറ്റുള്ള ജീവജാലങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളൊക്കെ ചെയ്യുന്നത് നമ്മളാണ്. അവരൊക്കെ ഒരു ഒറ്റക്കെട്ടാണ് അല്ലേ? അതാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ നമ്മളും അവരുടെ കൂടെ തന്നെ കൂടണം. എന്നിട്ട് എന്ത് ചെയ്യണം?
അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുക. അതായത് ഇപ്പം ഒരു പക്ഷി നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ വേനൽക്കാലമാണെന്നും കൂടെ വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വെള്ളം കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു ചട്ടിയിലോ ഒരു പാത്രത്തിലോ വെള്ളം വെച്ച് കൊടുക്കുക. അവർക്കതൊരു ഉപകാരമല്ലേ. അതേപോലെ ഭക്ഷണം അതും കൊടുക്കുക. അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലാതെ അവരെ ഉപദ്രവിക്കാനോ കൂട്ടിലടയ്ക്കാനോ ശ്രമിക്കരുത്. സോ അത്രയാണ് സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.